നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 5 വാക്യമാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ കണ്ണുനീർ കാണുവാൻ ഈ ഭൂമിയിലെ ആരും കാണുകയില്ല. എന്നാൽ നമ്മുടെ കണ്ണുനീർ കണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട് നമുക്ക്. നാം എന്തിനാണോ കരഞ്ഞത് ആ വിഷയത്തിൻ്റെ അകത്ത് അവൻ കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ നിലവിളി, അവരുടെ കഷ്ടതകൾ ദൈവം കണ്ടു കേട്ടു എന്ന് വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കണ്ണുനീർ ദൈവം കണ്ടിരിക്കുന്നു. എപ്പോഴാണ് ആ കണ്ണുനീർ കണ്ടത്? 2 വാക്യത്തിൽ ഹിസ്കീയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അടുത്ത വാക്ക് പറയാണ്, ഹിസ്കീയാവ് ഏറ്റവും കരഞ്ഞു. ജീവിതത്തിൻ്റെ അകത്ത് പ്രതിസന്ധി വന്നപ്പോൾ ഏറ്റവും കരഞ്ഞപ്പോൾ ദൈവം അവൻ്റെ കണ്ണുനീർ കണ്ടിട്ട് ഒരു ദൈവപ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതുപോലെ നീ ഏറ്റവും കരയുന്ന ചില വിഷയങ്ങൾ ഈ ഭൂമിയിലെ ആര് കണ്ടില്ലെങ്കിലും സ്വർഗം കണ്ടിട്ട് അതിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കണ്ണുനീർ കണ്ട് ഒരു മറുപടി